ബാറക്കുമോർ പിതാമത്തിനും പരിശുദ്ധമായ സത്യനാമത്തിലേക്ക് സ്തുതിയും നമ്മുടെ മേൽ തൻ്റെ കരുണയും അനുണനേക്കുണ്ടായിരിക്കുമാറാകട്ടെ. ആമീൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ദൈവത്തിൻ്റെ വലിയ കൃപയാൽ വീണ്ടും ദൈവവചനത്തിൻ്റെ കീഴിലായിരിക്കാൻ സ്വർഗത്തിലെ ദൈവം ഒരുക്കിയ ഈ നല്ല അനുഗ്രഹിക്കപ്പെട്ട സമയത്തിനായി ദൈവത്തെ മഹത്വപ്പെടുത്താം. ഈ കാലഘട്ടം കഷ്ടതയുടെ സഹനത്തിൻ്റെ ഒരു കാലഘട്ടമായി നാം കാണുകയാണ്. അനേകം പേര് രോഗത്തിൻ്റെ ഭീതിയിൽ, ദാരിദ്ര്യത്തിൻ്റെ അവസ്ഥയിൽ, നാളെ എന്തെന്നുള്ള ആകുലതയും ഉത്കണ്ഠയുമായിട്ട് മുന്നോട്ട് നീങ്ങുമ്പോൾ ഈ സഹനത്തിൻ്റെ കഷ്ടതയുടെ കാലഘട്ടത്തിൽ ദൈവം നമ്മെക്കുറിച്ച് എന്താഗ്രഹിക്കുന്നു എന്നറിയുവാൻ നാം ദൈവവചനത്തിൽ ചിന്തിക്കുകയാണ്, ധ്യാനിക്കുകയാണ്. ദൈവത്തെ അറിഞ്ഞ ഒരു ദൈവ പൈതലിൻ്റെ ജീവിതത്തിൽ സഹനങ്ങൾ, കഷ്ടതകൾ അത് ദൈവത്തിനു വേണ്ടി കൂടുതൽ ഫലം പുറപ്പെടുവിക്കുവാൻ വേണ്ടിയാണ്. ഒരു വിശ്വാസിയുടെ, ദൈവത്തെ അറിഞ്ഞ, ദൈവത്താൽ വിളിച്ച് വേർതിരിക്കപ്പെട്ട ഒരു വിശ്വാസിയുടെ, ഒരു ദൈവ പൈതലിൻ്റെ ജീവിതം, ആ ജീവിതം കഷ്ടത നിറഞ്ഞതായിരിക്കും. എന്തിനെന്ന് ചോദിച്ചാൽ കൂടുതൽ ഫലം പുറപ്പെടുവിക്കുവാൻ വേണ്ടിയാണ്. കർത്താവിൻ്റെ വചനം പരിശോധിക്കുമ്പോൾ വിശുദ്ധ യോഹന്നാൻ രക്ഷാസുവിശേഷം 15-ാം അധ്യായം 2-ാം വാക്യം, അവിടെ കർത്താവായ യേശുക്രിസ്തു ഇങ്ങനെ പഠിപ്പിക്കുകയാണ്: എന്നിൽ കായ്ക്കാത്ത കൊമ്പൊക്കെയും അവൻ നീക്കിക്കളയുന്നു, കായ്ക്കുന്നതൊക്കെയും അധികം ഫലം കാക്കേണ്ടതിന് ചെത്തി വെടിപ്പാക്കുന്നു. ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ ഒരു ചെത്തി വെടിപ്പാക്കുന്ന അവസ്ഥയ്ക്കാണ് കഷ്ടത, സഹനം എന്ന് പറയുന്നത്. ദൈവം നൽകുന്ന സഹനങ്ങൾ, കഷ്ടതകൾ ആ വ്യക്തിയിൽ ദൈവത്തിൻ്റെ ഹിതമാണ്, ദൈവത്തിൻ്റെ പദ്ധതിയാണ്. കാരണം കൂടുതൽ ഫലം കായ്ക്കുവാൻ ദൈവം ചെത്തി വെടിപ്പാക്കുന്ന ഒരവസ്ഥയ്ക്കാണ് ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ സഹനം ദൈവം അനുവദിക്കുന്നത്. ഇവിടെ കർത്താവായ യേശുക്രിസ്തു പഠിപ്പിക്കുകയാണ്: എന്നിൽ കായ്ക്കാത്ത കൊമ്പൊക്കെയും അവൻ നീക്കിക്കളയുന്നു, ഇനി കായ്ക്കുന്നതോ അധികം ഫലം പുറപ്പെടേണ്ടതിന് ചെത്തി വെടിപ്പാക്കുന്നു. ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത് കൂടുതൽ ദൈവത്തിനായി ഫലം പുറപ്പെടുവിക്കണം. ദൈവാത്മാവിൽ നിറഞ്ഞ് ദൈവാത്മാവിൽ നയിക്കപ്പെടുന്നൊരു വ്യക്തി ദൈവാത്മാവിൻ്റെ ഫലങ്ങൾ പുറപ്പെടുവിക്കണം. മാനസാന്തരപ്പെട്ട ദൈവാനുഭവത്തിൽ ജീവിക്കുന്ന വ്യക്തി മാനസാന്തരത്തിൻ്റെ ഫലങ്ങൾ പുറപ്പെടുവിക്കണം. ഒരു വിശ്വാസ ജീവൻ നയിക്കുന്ന വ്യക്തി വിശ്വാസത്തിൻ്റെ ഫലം പുറപ്പെടുവിക്കണം. കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നൊരു വ്യക്തി യേശുക്രിസ്തുവിൽ നിന്ന് സ്വീകരിച്ച ഗുണങ്ങൾ ആ വ്യക്തിയുടെ ജീവിതത്തിൽ പുറപ്പെടണം. ഇന്ന് നമ്മുടെ വ്യക്തിപരമായ ജീവിതം പരിശോധിക്കുമ്പോൾ ഫലം പുറപ്പെടുവിക്കുന്ന ഒരു വൃക്ഷമായിട്ടാണോ ഈ ആത്മീയ ജീവിതമെന്ന് സ്വയമൊന്ന് പരിശോധിക്കേണ്ടത് ആവശ്യമാണ്. ഇന്ന് ഭക്തിയുടെ വേഷം മാത്രം ഉള്ള, അതായത് മറ്റുള്ളവരുടെ മുന്നിൽ ഞാനൊരു ഭക്തനാണ്, ഞാനൊരു വിശ്വാസിയാണ്, ഞാൻ ദൈവത്തെ അറിഞ്ഞൊരു വ്യക്തിയാണ്, ഞാനൊരു ദൈവപൈതലാണ് എന്ന് മറ്റുള്ളവരുടെ മുമ്പാകെ മറ്റുള്ളവർ കാണുക അഭിനയിക്കുന്ന ഒരു ജീവിതമാണോ നമ്മുടെ ജീവിതം? അതോ ഫലം കായ്ക്കുന്ന ഒരു വൃക്ഷമാണോ? ഫലം കായ്ക്കുന്ന ഒരു ജീവിതമാണോ നമ്മുടെ ജീവിതം? അല്ല എങ്കിൽ ദൈവം നമുക്ക് ഒരു ശോധന, കഷ്ടതയുടെ ഒരു ശോധന ദൈവം നമുക്കായി അനുവദിക്കാം. ഇന്ന് ലോകം മുഴുവൻ ഉണ്ടായിരിക്കുന്ന കഷ്ടത നമ്മുടെ വ്യക്തിപരമായ ജീവിതവുമായിട്ട് നാം ബന്ധപ്പെടുത്തി ഇത് ദൈവത്തിൽ വളരുവാൻ, എനിക്ക് കൂടുതൽ ഫലം പുറപ്പെടുവിക്കുവാൻ ദൈവം ഒരുക്കിയിരിക്കുന്ന ഒരു അവസരമായി അതിനെ കാണുന്നുവെങ്കിൽ ഈ കഷ്ടതയും ഈ സഹനങ്ങളും നമുക്കൊരു അനുഗ്രഹമാണ്. ദൈവമേ, നീ എന്തിന് എന്നോടിങ്ങനെ ചെയ്യുന്നു എന്ന് ചോദിക്കുന്നവർക്ക്, എൻ്റെ ജീവിതത്തിൽ എന്തുകൊണ്ട് ഈ കഷ്ടത എന്ന് ചോദിക്കുന്നവർക്ക്, ഞാൻ മാത്രം എന്തുകൊണ്ട് ഇങ്ങനെയെന്ന് ചിന്തിക്കുന്നവർക്ക് ദൈവം നൽകുന്നൊരു മറുപടിയാണ്: ഇത് കൂടുതൽ ഫലം പുറപ്പെടുവിക്കുവാനായി ദൈവം ഒരുക്കുന്നൊരവസരമാണ്. ഒരു കഥ ഇങ്ങനെ കേൾക്കാം. ഒരു തോട്ടത്തിൽ, അനേക വൃക്ഷങ്ങൾ, മരങ്ങളുള്ള ഒരു തോട്ടത്തിൽ തഴച്ചു വളർന്നൊരു മരവും അതുപോലെ തന്നെ ഒരു ചെറുമരവും അടുത്തടുത്ത് നിന്ന് കുശലം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ രണ്ട് മരങ്ങളും വളരെ സന്തോഷത്തോടെ ആ തോട്ടത്തിലെ ആ സന്തോഷത്തിൽ, ആനന്ദത്തിൽ കഴിയുന്ന സമയത്ത് ഈ മരങ്ങളൊരു കാഴ്ച കാണുകയാണ്. ആ തോട്ടത്തിൻ്റെ ഉടമസ്ഥൻ മൂർച്ചയേറിയ ഒരു ആയുധവുമായിട്ട് വന്ന് ആ തോട്ടം നിൽക്കുന്ന
ചെറിയ ചെറിയ മരങ്ങളുടെ കൊമ്പുകളെല്ലാം വെട്ടുകയാണ്. ഇത് കണ്ട ഈ ചെറുമരം വലിയ മരത്തെ നോക്കി പറയുകയാണ്, ഈ തോട്ടക്കാരൻ ദുഷ്ടനാണ്. ഇത്രയും നാളും വളവും വെള്ളവുമെല്ലാം നൽകി സ്നേഹിച്ച് പരിപാലിച്ച ഈ മരങ്ങളെയൊക്കെ ഈ തോട്ടക്കാരൻ വെട്ടുന്നു കണ്ടപ്പോൾ ഈ ചെറുമരം, ഇയാളൊരു ദുഷ്ടനാണ്, ഇയാൾ മനസ്സലിവില്ലാത്തവനാണ്. ഓരോ മരങ്ങളും വെട്ടുമ്പോഴും ഈ ചെറുമരം വേദനിക്കുകയാണ്. കാരണം തൻ്റെയും അവസ്ഥ ഇത് തന്നെയായിരിക്കും. ഫലം കായ്ക്കാത്ത അല്ലെങ്കിൽ വലിയ വളർച്ചയൊന്നുമില്ലാത്ത മുരടിച്ച് നിൽക്കുന്ന മരങ്ങളുടെ എല്ലാം കൊമ്പുകൾ വെട്ടുന്ന കണ്ടപ്പോൾ താനും അതേ അവസ്ഥയിലാണെന്ന് കണ്ട ഈ ചെറുമരം ഭയപ്പെടാൻ തുടങ്ങി, ഈ തോട്ടക്കാരനെ കുറ്റപ്പെടുത്താൻ തുടങ്ങി. ഇത് കണ്ടുകൊണ്ടിരുന്ന അത് കേട്ടുകൊണ്ടിരുന്ന വലിയ മരം ഈ ചെറുമരത്തോട് പറയുകയാണ്, നീ അത് കണ്ട് ഭയപ്പെടേണ്ട കാര്യം ഒന്നുമില്ല. ഒരിക്കൽ നിന്നെപ്പോലെ ഞാനും ഒരു ചെറുമരമായിരുന്നു. അനേക നാളും ഫലമില്ലാതെ ഇങ്ങനെ മുരടിച്ച് നിന്ന എന്നെ ഈ യജമാനൻ വന്ന് എൻ്റെ കൊമ്പുകൾ വെട്ടാൻ തുടങ്ങി. അപ്പോൾ എനിക്ക് വലിയ തളർച്ചയുണ്ടായി. ഞാനിന്ന് നിൻ്റെ മുന്നിൽ ഇത്രമാത്രം തളർത്തു നിൽക്കാൻ കാരണം, ഒരിക്കൽ ഈ തോട്ടക്കാരൻ വളരെ മൂർച്ചയേറിയ ആയുധവുമായി എൻ്റെ അരികിൽ വന്ന് എന്നെയും ഇതുപോലെ എൻ്റെ കൊമ്പുകൾ മുറിച്ചതാണ്. അതുകൊണ്ട് നീ ഭയപ്പെടേണ്ട, നീ ആകുലപ്പെടേണ്ട. ഇന്ന് നിൻ്റെ കൊമ്പുകൾ മുറിക്കപ്പെട്ടാലും നാളെ നിനക്കൊരു തളർച്ചയുടെ ഒരു അനുഗ്രഹത്തിൻ്റെ നാളുകളുണ്ടാകും. അതുകൊണ്ട് നീ ഭയപ്പെടേണ്ട. ഒരിക്കൽ ഞാനും ഇതുപോലെ വെട്ടേറ്റതാണ്, മുറിവേറ്റതാണ്. ഒരിക്കൽ ഞാനും ഇതുപോലെ എൻ്റെ ചില്ലകൾ, എൻ്റെ കൊമ്പുകൾ അറ്റുപോയതാണ്. അതെൻ്റെ അനുഗ്രഹത്തിന് കാരണമായി. ഇന്ന് ഞാനിങ്ങനെ തഴച്ചു വളർന്നു നിൽക്കാൻ കാരണം ഈ തോട്ടക്കാരൻ, ഈ യജമാനൻ ഒരിക്കൽ എൻ്റെ കൊമ്പും എൻ്റെ ശിഖരങ്ങളും ഇതുപോലെ മുറിച്ചതുകൊണ്ടാണ്. ഈ കഥ കേൾക്കുമ്പോൾ സഹനത്തിൻ്റെ തീച്ചുളയിലൂടെ ജീവിതം കടന്നുപോയവർക്ക് മറ്റുള്ളവരോട് പറയാനുള്ളൊരു ജീവിതാനുഭവമുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ സഹനങ്ങൾ, വേദനകൾ, കഷ്ടതകൾ, ദാരിദ്ര്യവും ദുഃഖവും വരുമ്പോൾ നിങ്ങൾ വേദനിക്കേണ്ട. ദൈവം അറിയാതെ ഒരു കഷ്ടതയും ഒരു സഹനവും ദൈവം അനുവദിക്കുന്നില്ല. ഇതെല്ലാം ദൈവം അനുവദിച്ചത് നന്മയ്ക്ക് വേണ്ടിയാണ്. നമ്മൾ കൂടുതൽ ഫലം പുറപ്പെടുവിക്കുവാൻ, കൂടുതൽ അനുഗ്രഹം പ്രാപിക്കാൻ, കൂടുതൽ വളർച്ച പ്രാപിക്കാൻ, ഉയർച്ച പ്രാപിക്കാൻ, കൂടുതൽ തഴച്ച് വളരുവാൻ യജമാനൻ, തോട്ടക്കാരൻ നൽകുന്ന ഒരു ചെത്തി വെടിപ്പാക്കലാണ് ഇപ്പോൾ നാം അനുഭവിക്കുന്ന ഈ സഹനങ്ങൾ, കഷ്ടതകളെന്ന് നാം ഈ കഥയിലൂടെ തിരിച്ചറിയണം. ഇവിടെ യേശുക്രിസ്തു വ്യക്തമായിട്ട് വെളിപ്പെടുത്തുകയാണ്, എന്നിൽ കായ്ക്കാത്ത കൊമ്പെല്ലാം വെട്ടിക്കളയും. അപ്പോൾ ഫലം കായ്ക്കാത്തതിനെ ദൈവം വെട്ടിക്കളയുമ്പോൾ, ചെത്തി വെടിപ്പാക്കുമ്പോൾ അത് കൂടുതൽ ഫലം കായ്ക്കുവാൻ കാരണമായി തീരും. ഒരിക്കൽ കർത്താവായ യേശുക്രിസ്തു ശിഷ്യന്മാരുടെ കൂടെ നടന്നു പോകുമ്പോൾ തനിക്ക് വിശന്നു. നോക്കുമ്പോൾ ഒരു അത്തി തളർത്തു നിൽക്കുകയാണ്. എന്നാൽ അതിൽ ഫലം കണ്ടില്ല. യേശു അതിനെ ശപിച്ചു എന്ന വചനം പറയുന്നത്. അത് ക്ഷണത്തിൽ ഉണങ്ങിപ്പോയി. അപ്പോൾ നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ഒരുപക്ഷെ തളർച്ച ഉണ്ടായിരിക്കാം, വളർച്ച ഉണ്ടായിരിക്കാം. വ്യക്തിപരമായ ജീവിതം നോക്കുമ്പോൾ ആത്മീയമായി, ഭൗതികമായി വളർച്ചയും ഉയർച്ചയും മറ്റുള്ളവർക്ക് കാണുന്ന രീതിയിലാണ്. പക്ഷെ ഫലമില്ലാത്തതിൻ്റെ കാരണം ദൈവത്തിനറിയാം. ഫലം പുറപ്പെടുവിക്കാത്തതിൻ്റെ കാരണം ഇന്ന് നാം ഒരു ചെത്തി വെടിപ്പാക്കൽ സംഭവിച്ചിട്ടില്ല. അപ്പോൾ ജീവിതത്തിൽ രോഗങ്ങൾ, ദുഃഖങ്ങൾ, ദാരിദ്ര്യം, കഷ്ടത വരുമ്പോൾ ദൈവമേ നീ എന്നോട് എന്തിനിങ്ങനെ ചെയ്തു എന്ന് ദൈവത്തെ കുറ്റപ്പെടുത്താതെ, ഈ സഹനങ്ങൾ, ഈ കഷ്ടതകൾ സഹിക്കാൻ ദൈവം എനിക്ക് കൃപ നൽകിയിട്ടുണ്ട്. ഇതിൻ്റെ പിന്നിലൊരു അനുഗ്രഹമുണ്ട്. ഇതെന്നെ വിശുദ്ധീകരിക്കുവാൻ, എനിക്ക് കൂടുതൽ ഫലം പുറപ്പെടുവിക്കുവാൻ, എൻ്റെ വഴി നേരെയാകുവാൻ, ഞാനേതെങ്കിലും വഴിവിട്ട ജീവിതമാണെങ്കിൽ ആ ജീവിതത്തിൽ നേർവഴിക്ക് തിരിയുവാൻ ദൈവം ഒരുക്കുന്നൊരു അവസരമാണ് ഇത് എന്ന് തിരിച്ചറിഞ്ഞ് ദൈവത്തിന് നന്ദി പറയണം. സഹനം എന്ന് പറയുന്നത് ജീവിതത്തിൽ ഫലം പുറപ്പെടുവിക്കുവാനുള്ള അവസരമായിട്ട് നാം അതിനെ കാണണം. വീണ്ടും കർത്താവിന്റെ വചനം പരിശോധിക്കുമ്പോൾ
വിശുദ്ധ യോഹന്നാൻ രക്ഷാസുവിശേഷം 12-ാം അധ്യായം അതിൻ്റെ 24-ാം വാക്യത്തിൽ കർത്താവായ യേശുക്രിസ്തു ഇങ്ങനെ പഠിപ്പിക്കുകയാണ്, ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, ഗോതമ്പ് മണി നിലത്തു വീണ് ചാകുന്നില്ല എങ്കിൽ അത് തനിയിരിക്കും, ചത്തുവെങ്കിലോ വളരെ വിളവുണ്ടാകും. നമുക്കറിയാം, ഗോതമ്പ് പാടങ്ങൾ വിളഞ്ഞു കിടക്കുന്നത് കാണുമ്പോൾ, അതിൻ്റെ കതിര് കുല ചാഞ്ഞു കിടക്കുന്ന നൂറുമേനി ഫലം പുറപ്പെടുവിക്കുന്നത് കാണുമ്പോൾ, വിളഞ്ഞു കിടക്കുന്ന ഈ ഗോതമ്പ് വയൽ കാണുമ്പോൾ നമുക്ക് വലിയ സന്തോഷം തോന്നും, ഒരു ആനന്ദം തോന്നും. ഒരു കൃഷിക്കാരൻ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത്, ആ കൃഷിക്കാരന് ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ആനന്ദമുണ്ടാകുന്നത്, താൻ വിതച്ച വിത്തുകളെല്ലാം മുളച്ച് വളർന്ന് വലുതായി അത് അനേക ഫലം പുറപ്പെടുവിച്ച്, നൂറുമേനി ഫലം പുറപ്പെടുവിച്ച് ഇങ്ങനെ നന്ന സമൃദ്ധമായി വിളഞ്ഞു കിടക്കുന്ന ഈ ഗോതമ്പ് പാടം കാണുമ്പോൾ ആ കൃഷിക്കാരന് ഒത്തിരി സന്തോഷം തോന്നും. നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലും ഇതുപോലെ നമ്മൾ നട്ട ഒരു വിത്ത് മുളച്ച് വളർന്ന് വലുതായി അതിൽ നിറച്ച് ഫലം കായ്ക്കുമ്പോൾ, നൂറുമേനി ഫലം കായ്ക്കുമ്പോൾ നമുക്കുള്ളിൽ ആനന്ദം തോന്നും, സന്തോഷം തോന്നും. എന്നാൽ അതിൻ്റെ പിന്നിലൊരു വേദനയുടെ കഥയുണ്ട്. ഇത്രമാത്രം പൂത്തുലഞ്ഞ് കായ്കനികൾ നിറഞ്ഞു നിൽക്കുന്ന, സമൃദ്ധമായി വളഞ്ഞു നിൽക്കുന്ന ഒരു ചെടി കാണുമ്പോൾ അതിൻ്റെ പിന്നിൽ ഒരു വേദനയുടെ കഥയുണ്ട്. അതായത് യേശു പഠിപ്പിക്കുകയാണ്, ഗോതമ്പ് മണി നിലത്ത് വീണ് ചാകുന്നില്ല എങ്കിൽ അത് തനിയിരിക്കും, ചത്തുവെങ്കിലോ വളരെ വിളവുണ്ടാകും. ഒരു ഗോതമ്പ് മണി നിലത്ത് വീണ് അത് അഴുകുമ്പോഴാണ് അത് മുളയ്ക്കുന്നത്. അപ്പോൾ ഈ ഗോതമ്പ് പാടം പൂത്തുലഞ്ഞ് അല്ലെങ്കിൽ സമൃദ്ധിയിൽ വിളഞ്ഞു നിൽക്കുന്നത് കാണുമ്പോൾ അതിൻ്റെ പിന്നിലൊരു വേദനയുടെ കഥയുണ്ട്. ഒരു ഗോതമ്പ് മണി നിലത്ത് വീണ് ചാകുന്നുവെങ്കിൽ മാത്രമേ, അത് നിലത്ത് ചീയുന്നുവെങ്കിൽ മാത്രമേ, അത് ചീഞ്ഞഴുകിയാൽ മാത്രമേ അത് മുളയ്ക്കുന്നുള്ളൂ എന്നൊരു സത്യം നമ്മൾ തിരിച്ചറിയണം. ഇന്ന് പൂത്തുലഞ്ഞു കിടക്കുന്ന ജീവിതം, ചില വ്യക്തികളുടെ ജീവിതം നമ്മൾ പരിശോധിക്കുമ്പോൾ അവർ മാനസികമായി, ശാരീരികമായി, സാമ്പത്തികമായി, ആത്മീയമായി എല്ലാ നിലയിലും സമൃദ്ധിയുടെ വിളഭൂമിയായി വിളഞ്ഞു കിടക്കുന്നത് കാണുമ്പോൾ നമുക്കൊത്തിരി സന്തോഷം തോന്നും. എന്നാൽ അതിൻ്റെ പിന്നിൽ ഒരു ചീയലിൻ്റെ, ഒരു അഴുകലിൻ്റെ, ഒരു മുറിയലിൻ്റെ വേദനയുണ്ട് എന്ന് നാം തിരിച്ചറിയണം. നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ഇന്ന് എത്രമാത്രം ചീഞ്ഞ് അഴുകിയ ഒരവസ്ഥയിലാണോ, നമ്മുടെ ജീവിതം എത്രമാത്രം വേദനയുടെ അനുഭവത്തിലാണോ, അതിൻ്റെ പിന്നിൽ ഒരു സമൃദ്ധി ഉണ്ട് എന്ന് നാം തിരിച്ചറിയണം. ഗോതമ്പ് മണി നിലത്ത് ചീയുമ്പോൾ, അഴുകുമ്പോൾ അത് ഫലം പുറപ്പെടുവിക്കും, അത് നൂറുമേനി ഫലം പുറപ്പെടുവിക്കും. ഇതുപോലെ നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന ചില കഷ്ടതകൾ, സഹനങ്ങൾ, വേദനകൾ, അത് നൂറുമേനി ഫലം പുറപ്പെടുവിക്കുവാൻ ദൈവം ഒരുക്കുന്നൊരവസരമായി നാം അതിനെ കാണുന്നുവെങ്കിൽ ഈ സഹനം, ഈ കഷ്ടത നമുക്കൊരു അനുഗ്രഹമാണ്. ഇന്ന് എത്രയോ വ്യക്തികൾ നിത്യരോഗികളായി രോഗക്കിടക്കയിൽ കിടക്കുന്നു. വർഷങ്ങളായി ശരീരം മുഴുവൻ തളർന്ന്, ആരോഗ്യം നഷ്ടപ്പെട്ട്, മറ്റൊരു വ്യക്തിയുടെ സഹായം കൂടാതെ ജീവിക്കാൻ നിവൃത്തിയില്ലാതെ പരസഹായത്താൽ ജീവിക്കുന്ന എത്രയോ ജീവിതങ്ങൾ. പലരും ഇങ്ങനെയുള്ള അനുഭവത്തിൽ വളരെ വേദനയോടെ ചിന്തിക്കുന്നൊരു ചിന്തയാണ്, ദൈവം എന്തിന് ഈ അവസ്ഥ എനിക്ക് തന്നു? എന്നെ എന്തിന് ദൈവം ഈ സഹനത്തിന് വിട്ടുകൊടുത്തു? ഏറ്റവും കൂടുതൽ വേദന ഉണ്ടാകുന്നത് ഞാൻ മൂലം മറ്റുള്ളവർ കഷ്ടപ്പെടേണ്ടി വരുമല്ലോ എന്നോർക്കുമ്പോഴാണ്. പ്രത്യേകിച്ച് വാർദ്ധക്യ സഹജമായ രോഗക്കിടക്കയിൽ പല മാതാപിതാക്കൾ എടുക്കുമ്പോൾ, എന്തിനാ ഞാൻ മക്കൾക്ക് ഇങ്ങനെ ഒരു ഭാരമായി, ഒരു രോഗിയായി, ഒരു ഫലവുമില്ലാതെ ഇങ്ങനെ കിടക്കുന്നത് എന്തിനാ എന്ന് പലപ്പോഴും പലരും ചിന്തിച്ച് വേദനിക്കാറുണ്ട്. പ്രത്യേകിച്ച് അനേക വർഷങ്ങളായി കിടക്കുന്ന കിടപ്പ് രോഗികളുടെ മുന്നിൽ ചെല്ലുമ്പോൾ അവർ ദീർഘനിശ്വാസത്തോടെ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, എന്തിനാ ദൈവം ഈ ഭൂമിയിൽ ഇങ്ങനെ ഒരു
സഹനം നൽകിയത്? എന്തിനാ എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു കഷ്ടത നൽകിയത്? ഈ വേദന അനുഭവിക്കാതെ, ഈ കഷ്ടത അനുഭവിക്കാതെ കുറച്ച് നേരത്തെ ദൈവം എന്നെ വിളിച്ചിരുന്നെങ്കിൽ എൻ്റെ മക്കൾക്ക്, അവർക്ക് ഈ കഷ്ടപ്പാടിൻ്റെ ആവശ്യമില്ലായിരുന്നു എന്ന് ചിന്തിക്കുന്ന, പറയുന്ന, നെടുവേർപ്പെടുന്ന അനേകം വ്യക്തികളെ കണ്ടിട്ടുണ്ട്. എന്നാൽ ഒരു കാര്യം തീർച്ചയാണ്, ഇന്ന് രോഗക്കിടക്കയിൽ അല്ലെങ്കിൽ വാർദ്ധക്യ സഹജമായ അസ്വസ്ഥതകൾ അനുഭവിച്ച് വാർദ്ധക്യ രോഗക്കിടക്കയിൽ കിടക്കുന്ന വ്യക്തികളെ അവരുടെ മക്കളോ അവരുടെ സഹോദരങ്ങളോ ശുശ്രൂഷിക്കുമ്പോൾ അവരുടെ തലമുറകൾക്ക് അഭിവൃദ്ധിയും ഉയർച്ചയും ഇതിൽ നിന്ന് അനുഗ്രഹത്തിൻ്റെ നാളുകൾ ഉണ്ടാകുമെന്നൊരു സത്യം തിരിച്ചറിയണം. സാധാരണ ഇങ്ങനെയുള്ള രോഗികളെ സന്ദർശിക്കുമ്പോൾ അവരോട് പറയുന്ന ആശ്വാസവാക്കിയതാണ്: പക്ഷേ അമ്മച്ചി, നിങ്ങൾക്ക് ഈ സഹനം, ഈ രോഗം ദൈവം അനുവദിച്ചതാണെങ്കിൽ നിങ്ങളെ ശുശ്രൂഷിക്കുന്ന നിങ്ങളുടെ മക്കൾക്ക്, തലമുറയ്ക്ക് ഇതൊരു അനുഗ്രഹമാണ്. ഗോതമ്പ് മണി നിലത്ത് വീണ് ചീയുമ്പോൾ, അഴുകുമ്പോൾ അത് മുളച്ച് വളർന്ന് അതനേകം പേർക്ക് അഭിവൃദ്ധിയായി, അത് അനേകം പേർക്ക് ആനന്ദമായി തീരുകയാണ്. ഇതുപോലെ അനേകം പേരുടെ സഹനത്തിൻ്റെ, കഷ്ടതയുടെ അനന്തരഫലമാണ് നമ്മുടെ പൂർവ്വപിതാക്കന്മാർ, നമ്മുടെ പൂർവികർ അനുഭവിച്ച സഹനത്തിൻ്റെ, കഷ്ടതയുടെ അനന്തരഫലമാണ് ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന അഭിവൃദ്ധി, ഉയർച്ചയെന്ന് നാം സ്വയം തിരിച്ചറിയാൻ ഈ ദൈവവചനം ഒരു കാരണമായി തീരണം. അതായത് ഇന്ന് ഞാൻ അനുഭവിക്കുന്ന എല്ലാ അനുഗ്രഹത്തിൻ്റെ പിന്നിൽ എൻ്റെ പൂർവികരുടെ, അവരുടെ ജീവിതത്തിലുണ്ടാകുന്ന ഒരു വേദനയുടെ മുറിവേറ്റ ഒരു അനുഭവം, ഒരു ചീച്ചലിൻ്റെ അല്ലെങ്കിൽ ഒരു അഴുകലിൻ്റെ ഒരു അനുഭവമുണ്ട്. അവരുടെ ജീവിതം സഹനത്തിൻ്റെ തീച്ചൂളയിൽ ഒരു ഗോതമ്പ് മണി നിലത്ത് വീണ് ചെയ്യുന്നത് പോലെ ചെയ്യുന്ന ഒരു അനുഭവത്തിലൂടെ ജീവിച്ചതുകൊണ്ടാണ് ഇന്ന് ഞാൻ അനുഭവിക്കുന്ന ഈ അഭിവൃദ്ധി എന്ന് തിരിച്ചറിയുവാൻ നമുക്ക് സാധിക്കണം. ഇതിനെക്കുറിച്ച് പരിശുദ്ധനായ പൗലോസ് ലീഗ വ്യക്തമായി പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ്: എൻ്റെ സഹനങ്ങൾ സുവിശേഷത്തിൻ്റെ അഭിവൃദ്ധിക്ക് കാരണമായി എന്ന് പൗലോസ് ലീഗ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. ഫിലിപ്പി ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 12-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ പൗലോസ് ലീഗ ഫിലിപ്പർക്ക് എഴുതുന്നൊരു കാര്യമാണ്: സഹോദരന്മാരെ, എനിക്ക് ഭവിച്ചത് സുവിശേഷത്തിൻ്റെ അഭിവൃദ്ധിക്ക് കാരണമായി തീർന്നു എന്ന് നിങ്ങൾ അറിയുവാൻ ഞാൻ ഇച്ഛിക്കുന്നു. പൗലോസ് ലീഗ തൻ്റെ ജീവിതത്തിലുണ്ടായ എല്ലാ സഹനങ്ങളും ദൈവരാജ്യത്തിൻ്റെ സുവിശേഷത്തിൻ്റെ അഭിവൃദ്ധിക്ക് കാരണമായി എന്ന് സാക്ഷ്യപ്പെടുത്തുകയാണ്. ഇന്ന് നാം അനുഭവിക്കുന്ന ആത്മീയ സ്വാതന്ത്ര്യത്തിൻ്റെ ഒരു മൂലകാരണം നമ്മുടെ പൂർവ്വപിതാക്കന്മാർ, നമ്മുടെ ആത്മീയ പിതാക്കന്മാർ അനുഭവിച്ച സഹനത്തിൻ്റെ ആ കഷ്ടതയുടെ അനന്തരഫലമാണ് എന്ന് നാം തിരിച്ചറിയണം. പൗലോസ് ലീഗ സാക്ഷ്യപ്പെടുത്തുകയാണ്: ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന ആത്മീയ സ്വാതന്ത്ര്യത്തിൻ്റെ ഒരു മൂലകാരണം നമ്മുടെ പൂർവ്വപിതാക്കന്മാർ അനുഭവിച്ച സഹനങ്ങളാണ്. അത് സുവിശേഷത്തിൻ്റെ അഭിവൃദ്ധി കാരണമായി തീർന്നു എന്ന് പൗലോസ് ലീഗ വെളിപ്പെടുത്തുകയാണ്. വീണ്ടും എബ്രായ ലേഖനം 11-ാം അധ്യായം അതിൻ്റെ 36 മുതലുള്ള വാക്യങ്ങളിൽ നമ്മുടെ പൂർവ്വപിതാക്കന്മാർ എന്തുമാത്രം ത്യാഗം സഹിച്ചു, അവരനുഭവിച്ച ത്യാഗത്തിൻ്റെ അനന്തരഫലമാണ് ഇന്നത്തെ നമ്മുടെ ആത്മീയ അഭിവൃദ്ധിയുടെ മൂല കാരണമെന്ന് കഥാനുവചനം വ്യക്തമായി വെളിപ്പെടുന്നുണ്ട്. അവിടെ വചനം പറയുന്ന: ചിലർ പരിഹാസം, ചമ്മട്ടി, ചെങ്ങല, തടവ് ഇവയാൽ പരീക്ഷ അനുഭവിച്ചു, കല്ലേറ് ഏറ്റു, ഈർച്ചവാളാൽ അറുക്കപ്പെട്ടു, പരീക്ഷിക്കപ്പെട്ടു, വാളാൽ കൊല്ലപ്പെട്ടു, ജടയാടുകളുടെയും കോലാടുകളുടെയും തോൽ ധരിച്ച് ബുദ്ധിമുട്ടും ഉപദ്രവവും കഷ്ടവും സഹിച്ചു. കാടുകളിലും മലകളിലും ഗുഹകളിലും ഭൂമിയുടെ പിളർപ്പുകളിലും ഉഴന്ന് അലഞ്ഞു. ലോകം അവർക്ക് യോഗ്യമായിരുന്നില്ല. ലോകം അവരെ അംഗീകരിച്ചില്ല. ലോകത്തിലുള്ളവരെ അവർ ആദരിച്ചില്ല. നമ്മുടെ പൂർവ്വപിതാക്കന്മാർ അനുഭവിച്ച ത്യാഗത്തിൻ്റെ, സഹനത്തിൻ്റെ, കഷ്ടതയുടെ അനുഭവമാണ് ഇവിടെ പരിശുദ്ധനായ പൗലോസ് ലീഗ വെളിപ്പെടുത്തുന്നത്. അവർ പരിഹാസം അനുഭവിച്ചു, ചമ്മട്ടി കൊണ്ട് അടിയേറ്റു, അവർ തടവിലായി, അവർ പരീക്ഷിക്കപ്പെട്ടു, ശിക്ഷിക്കപ്പെട്ടു. നമ്മുടെ പൂർവ്വപിതാക്കന്മാർ
അവർ കല്ലേറേറ്റു, ഈർച്ചവാളാൽ അറുക്കപ്പെട്ടു, വാളാൽ കൊല്ലപ്പെട്ടു, പല പല ഉപദ്രവങ്ങളും കഷ്ടതകളും സഹിക്കേണ്ടി വന്നു. കാടുകളിലും മലകളിലും ഗുഹകളിലും ഭൂമിയുടെ വിളപ്പുള്ളിലും അവർ അലഞ്ഞ് കഷ്ടത അനുഭവിച്ചു. അതിൻ്റെ അനന്തരഫലം ലോകം അവരെ ആദരിച്ചില്ലെങ്കിലും അംഗീകരിച്ചില്ലെങ്കിലും അവരനുഭവിച്ച കഷ്ടതയുടെ അനന്തരഫലം ഇന്ന് നമുക്ക് ആത്മീയ അഭിവൃദ്ധി, സ്വാതന്ത്ര്യത്തിന് കാരണമായി തീർന്നു. നമുക്കറിയാം, ഇന്നും കർത്താവായ യേശുക്രിസ്തുവിനെ പ്രതി പീഡനം അനുഭവിക്കുന്ന ജനത എവിടെയെല്ലാം ഉണ്ടോ അവിടെയെല്ലാം വലിയ ആത്മീയ മുന്നേറ്റമാണ്. എവിടെയെല്ലാം കർത്താവായ യേശുക്രിസ്തുവിനെ പ്രതി പീഡിപ്പിക്കപ്പെടുന്നു അവിടെയെല്ലാം സഭ അഭിവൃദ്ധി പ്രാപിക്കുകയാണ്, ഉയർച്ച പ്രാപിക്കുകയാണ്. ആത്മീയ പോരാട്ടമുണ്ടോ അവിടെ സഭ വളർച്ചയുണ്ട്. ആത്മീയമായ മേഖലയിൽ പീഡനങ്ങളും സഹനങ്ങളും ഉണ്ടെങ്കിൽ അവിടെ ആത്മീയ അഭിവൃദ്ധിയുണ്ട്, ഉയർച്ചയുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ വ്യക്തിപരമായ ജീവിതം സഹനത്തിൻ്റെ, കഷ്ടതയുടെ, ത്യാഗത്തിൻ്റെ അനുഭവത്തിലൂടെ നാം ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ അതിൻ്റെ പിന്നിൽ തലമുറയ്ക്കൊരു അനുഗ്രഹമുണ്ട് എന്ന് നാം തിരിച്ചറിയണം. നമ്മുടെ പൂർവ്വപിതാക്കന്മാർ, ആത്മീയ പിതാക്കന്മാർ അനുഭവിച്ച ത്യാഗത്തിൻ്റെയും സഹനത്തിൻ്റെയും അവരുടെ ചോര നീരാക്കി, അവരുടെ ചോര വളമാക്കി ഇന്ന് സഭയ്ക്ക് അഭിവൃദ്ധിയും ഉയർച്ചയും നൽകിയെങ്കിൽ ഇന്ന് നാം അനുഭവിക്കുന്ന സഹനങ്ങൾ, നാം ഇന്ന് അനുഭവിക്കുന്ന വേദനകൾ, കഷ്ടതകൾ നമുക്കും നമ്മുടെ തലമുറയ്ക്കും അത് അഭിവൃദ്ധിക്ക്, ഉയർച്ചയ്ക്ക് കാരണമായി തീരുമെന്ന് നാം തിരിച്ചറിയണം. ഗോതമ്പ് മണി നിലത്ത് വീണ് ചീയുന്നില്ല എങ്കിൽ അത് കൂടുതൽ ഫലം പുറപ്പെടുവിക്കുന്നില്ല. എന്നാൽ ചീയുന്നുവെങ്കിലോ അത് അധിക ഫലം പുറപ്പെടുവിക്കും. അതനേകം പേർക്ക് സന്തോഷവും ആനന്ദവും നൽകും. നമ്മുടെ വ്യക്തിപരമായ ജീവിതം സഹനത്തിൻ്റെ ജീവിതമാണെങ്കിൽ, കഷ്ടതയുടെ ജീവിതമാണെങ്കിൽ അതിൻ്റെ പിന്നിൽ ഫലമുണ്ട്, അഭിവൃദ്ധിയുണ്ട്. നമുക്ക് നമ്മുടെ തലമുറയ്ക്കും അഭിവൃദ്ധിയുണ്ടെന്ന് നാം തിരിച്ചറിയണം. അതുകൊണ്ട് സഹനങ്ങളെ ഓർത്ത് ദൈവത്തെ ശപിക്കാതെ, സ്വയം ശപിക്കാതെ ദൈവത്തിന് നന്ദി പറയണം. ദൈവമേ, നീ നൽകിയ സഹനങ്ങൾ എൻ്റെ അനുഗ്രഹത്തിനും എൻ്റെ വിശുദ്ധീകരണത്തിനും അനേകം തലമുറയ്ക്ക് അനുഗ്രഹത്തിനും കാരണമായി തീരുമെന്ന് വിശ്വസിച്ചുകൊണ്ട് ദൈവത്തിന് നന്ദി പറയാൻ സാധിക്കണം. അതായത് ഫലമില്ലാത്ത കൊമ്പുകളെല്ലാം ചെത്തി വെടിപ്പാക്കുന്ന പോലെ, ഫലമില്ലാത്ത വൃക്ഷത്തിലെ കൊമ്പുകൾ ചെത്തി വെടിപ്പാക്കുന്ന പോലെ ഒരു ചെത്തി വെടിപ്പാക്കൽ നമുക്കും ആവശ്യമാണ്. അതുകൊണ്ട് സഹനത്തെ സന്തോഷത്തോടെ സ്വീകരിക്കുന്നവർ ഭാഗ്യവാന്മാരാണ്. ജീവിതത്തിൽ കഷ്ടത സന്തോഷത്തോടെ സ്വീകരിക്കുന്നവർ ഭാഗ്യവാന്മാരാണ്. നമുക്കറിയാം, നമ്മുടെ ആത്മീയ പിതാക്കന്മാർ സഹനങ്ങളില്ലാത്തവർ അവർ ജീവിതത്തിൽ ചില സഹനങ്ങൾക്ക് വേണ്ടി ദാഹിക്കും, സ്വയം ചില സഹനങ്ങൾ തിരഞ്ഞെടുക്കും. അവർ ചില ഭക്ഷണത്തോട് വിരക്തി കാണിക്കും, ചില വസ്ത്രത്തോട് വിരക്തി കാണിക്കും, ഭൗതികമായ സുഖസൗകര്യങ്ങളോട് വിരക്തി കാണിക്കും, ആർഭാടങ്ങളോട് വിരക്തി കാണിക്കും. ഇങ്ങനെ ജീവിതത്തിൽ സ്വയം സഹനങ്ങൾ സ്വീകരിച്ച്, സഹനമില്ലാതിരിക്കെ കർത്താവിനെ പ്രതി, സുവിശേഷത്തെ പ്രതി സഹനങ്ങൾ സ്വീകരിച്ചുകൊണ്ട് തലമുറയ്ക്ക് ഒരനുഗ്രഹമായി ജീവിച്ച അനേക വിശുദ്ധന്മാർ നമ്മുടെ സഭയിലുണ്ട്. ഈ കാലഘട്ടത്തിൽ നമുക്ക് നമ്മുടെ തലമുറയ്ക്ക് ഒരനുഗ്രഹമായി തീരുവാൻ, ജീവിതത്തിലുള്ള എല്ലാ സഹനങ്ങളെ സന്തോഷപൂർവ്വം സ്വീകരിച്ച്, പിറുപിറുപ്പില്ലാതെ, കുറ്റപ്പെടുത്തില്ലാതെ, ദൈവത്തെ പഴിക്കാതെ, കുറ്റപ്പെടുത്താതെ, എല്ലാ കഷ്ടതകളും സഹനങ്ങളും എനിക്കൊരനുഗ്രഹമാണ്, എൻ്റെ തലമുറയ്ക്ക് ഇത് അഭിവൃദ്ധിയാണ് എന്ന് തിരിച്ചറിഞ്ഞ് കൂടുതൽ ഫലം പുറപ്പെടുവിക്കാൻ തക്കവണ്ണം ഈ സഹനങ്ങളെ ഒരു അനുഗ്രഹമാക്കി മാറ്റണമേ എന്ന് നമുക്ക് ആഗ്രഹിക്കാം, പ്രാർത്ഥിക്കാം. അതിനായിട്ട് ഈ കാലഘട്ടത്തിലുണ്ടാകുന്ന എല്ലാ സഹനങ്ങൾ, രോഗങ്ങളായിക്കൊള്ളട്ടെ, സാമ്പത്തികമായ ദാരിദ്ര്യമായിക്കൊള്ളട്ടെ, ജീവിതത്തിലുണ്ടാകുന്ന പ്രതികൂലങ്ങൾ, പ്രതിസന്ധി, നാളെ എന്ത് എന്നോർത്തുള്ള ആകുലത ഉൾക്കൊണ്ട് എന്തു തന്നെയായാലും ഇതെല്ലാം ദൈവം അനുവദിക്കാതെ എൻ്റെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കുകയില്ല. ദൈവം അനുവദിച്ച ഈ സഹനങ്ങൾ, കഷ്ടതകൾ, ഈ വേദനകൾ എനിക്കും എൻ്റെ തലമുറയ്ക്കും ഇത് അനുഗ്രഹമാണ്, ഇത് കൂടുതൽ ഫലം പ്രകടിപ്പിക്കാൻ ദൈവം അനുവദിച്ചിരിക്കുന്നതാണ്. ആ വലിയ ബോധ്യത്തോടെ ദൈവത്തെ മഹത്വപ്പെടുത്താം, നന്ദി പറയാം, കണ്ണടയ്ക്കാം, പ്രാർത്ഥിക്കാം. ബാർക്കുമോർ, ഞങ്ങൾ അത്യധികമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ പിതാവ്, നല്ല ദൈവമേ, ഞങ്ങളെ കേൾപ്പിച്ച ദൂതിനായിട്ട്
ദൈവവചനത്തിനായിട്ട് നന്ദി പറയുന്നു. ഞങ്ങൾ കൂടുതൽ ഫലം പുറപ്പെടുവിക്കുവാൻ നീ ഞങ്ങളെ ചെത്തി വെടിപ്പാക്കുന്ന കൃപയ്ക്കായി നന്ദി പറയുന്നു. ഞങ്ങളുടെ ജീവിതത്തിലുണ്ടാകുന്ന എല്ലാ സഹനങ്ങളും ഞങ്ങൾക്ക് അനുഗ്രഹമാക്കി മാറ്റുന്ന കൃപയ്ക്കായി നന്ദി പറയുന്നു. ഞങ്ങളുടെ ജീവിതത്തിലുണ്ടാകുന്ന എല്ലാ കഷ്ടതകളും വേദനകളും ഞങ്ങളുടെ തലമുറയ്ക്ക് അനുഗ്രഹമായി തീരുവാൻ, കൂടുതൽ ഫലം പുറപ്പെടുവിക്കാൻ തക്കവണ്ണം ഞങ്ങളെ ഒരു അനുഗ്രഹമാക്കി മാറ്റുന്നതിനായി നന്ദി പറയുന്നു. കർത്താവേ, സഹനത്തിൻ്റെ തീച്ചുളയിലൂടെ ആരോടും പരിഭവമില്ലാതെ എല്ലാ സഹനങ്ങളും സന്തോഷത്തോടെ സ്വീകരിച്ച്, കർത്താവേ, നിനക്ക് മഹത്വം നൽകിക്കൊണ്ട് എല്ലാ സഹനങ്ങളും ഒരു അനുഗ്രഹമാക്കി മാറ്റുവാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ വചനം കേൾക്കുന്ന സഹനത്തിൻ്റെ വേദനയുടെ അനുഭവത്തിലായിരിക്കുന്ന എല്ലാവർക്കും ആശ്വാസത്തിൻ്റെ ആത്മാവിനെ നൽകി, പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് പരിശുദ്ധാത്മാവിനാൽ അഭിഷേകം ചെയ്യപ്പെട്ട് ഞങ്ങളുടെ പൂർവ്വപിതാക്കന്മാർ അനുഭവിച്ച സഹനങ്ങൾ ഞങ്ങളുടെ ആത്മീയ സ്വാതന്ത്ര്യത്തിന് കാരണമായി, അതുപോലെ ഞങ്ങളുടെ ജീവിതത്തിലുള്ള എല്ലാ സഹനങ്ങളും ഞങ്ങൾക്ക് ഞങ്ങളുടെ തലമുറയ്ക്കും അനുഗ്രഹത്തിന് കാരണമായി തീരുവാൻ ഈ സഹനങ്ങൾ മുഖാന്തരമാകണമെന്ന് ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവായ ദൈവമേ, ഞങ്ങളിലേക്ക് എഴുന്നള്ളി വരണമേ. ഞങ്ങളുണ്ടാകുന്ന സഹനങ്ങൾ അനുഗ്രഹമാക്കി മാറ്റുവാൻ അവിടെ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. എല്ലാ സഹനങ്ങളും സന്തോഷത്തോടെ സ്വീകരിക്കുവാൻ, ആ സഹനങ്ങൾക്ക് നന്ദി പറഞ്ഞ് ജീവിതം സമർപ്പിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, സഹനത്തിൻ്റെ തീച്ചുളയിലൂടെ സ്വന്തം പുത്രനെ ലോകത്തിന് കാഴ്ചയായി സമർപ്പിച്ച പരിശുദ്ധ അമ്മേ, സഹനങ്ങളെ ജയിക്കുവാൻ, അതിജീവിക്കുവാനുള്ള കൃപ ലഭിക്കേണ്ടത് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. സകല ശുദ്ധിമാന്മാരെ, ശുദ്ധിമതികൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. കർത്താവിനെ പ്രതി രക്തസാക്ഷികളായ സകല രക്തസാക്ഷികൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. എല്ലാം മഹത്വം അങ്ങേക്ക് സകല പിതാവിടുത്തെ പുത്രനായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കണം നല്ല പിതാവേ. ആമേൻ.